നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. നിലമ്പൂർ കൊച്ചുവേളി രാജാറാണി എക്സ്പ്രസിൽ സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം കുറച്ച ജനറൽ കോച്ചുകൾ കൂട്ടിയ നടപടിയിൽ യാത്രക്കാർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ വെൽഫെയർ പാർട്ടി പ്രതിഷേധം രേഖപ്പെടുത്തി. ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ ജില്ലാ നേതാക്കൾ സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകി. ഇപ്പോഴത്തെ 14 കോച്ചുകളുള്ള ട്രെയിനിൽ 2 സ്ലീപ്പർ കോച്ചുകൾ കുറച്ച് 2 ജനറൽ കോച്ചുകൾ കൂട്ടിയത് യാത്രക്കാരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമല്ല. സ്ലീപ്പർ കോച്ചുകളുടെ കുറവ് മൂലം 150ഓളം യാത്രക്കാർക്ക് താമസ സൗകര്യങ്ങളോടെ ദീർഘദൂര യാത്ര നടത്താൻ കഴിയുന്നില്ല. മലബാർ മേഖലയിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് ചികിത്സയ്ക്കായി യാത്ര ചെയ്യുന്നവർക്കും രാത്രി സമയത്ത് ദീർഘദൂര യാത്ര ചെയ്യുന്നവർക്കും ഇത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് വെൽഫെയർ പാർട്ടി ചൂണ്ടിക്കാണിച്ചു. രാജാറാണി എക്സ്പ്രസിൽ റീജിയണൽ ക്യാൻസർ സെന്ററിലേക്കുള്ള രോഗികൾ ഉൾപ്പെടെ നിരവധി രോഗികൾ യാത്ര ചെയ്യുന്ന ട്രെയിനാണ്. ഇതിൽ സ്ലീപ്പർ ക്ലാസ് വെട്ടിക്കുറച്ചത് പ്രതിഷേധാർഹമാണെന്നും നേതാക്കൾ പറഞ്ഞു. ഇന്ത്യയിലെ മിക്ക എക്സ്പ്രസ് ട്രെയിനുകളും 18 കോച്ചുകൾ ഉള്ളതിനാൽ രാജാറാണി എക്സ്പ്രസിനും 18 കോച്ചുകൾ ഉൾപ്പെടുത്തി സ്ലീപ്പർ ജനറൽ കോച്ചുകളുടെ എണ്ണം കൂട്ടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. നമുക്കറിയാവുന്ന പോലെ തന്നെ 18 കോച്ചുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ എല്ലാ ട്രെയിനുകൾക്കുമുള്ള, എല്ലാ എക്സ്പ്രസ് ട്രെയിനുകൾക്കടക്കമുള്ള സംവിധാനമാണ് 18 കോച്ചുകൾ എന്ന് പറയുന്നത്. അത് 21 വരെ ഉള്ള കോച്ചുകളുള്ള വണ്ടികളാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രാജറാണി എക്സ്പ്രസിന് 14 കോച്ചുകളാണുള്ളത്. ഈ പറയുന്ന ജനറൽ കോച്ചുകൾ വേറെ അനുവദിക്കുകയും അതോടൊപ്പം ഈ പറയുന്ന സ്ലീപ്പർ കോച്ചുകൾ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ് രാജറാണി എക്സ്പ്രസ്. RCCയിലേക്കുള്ള രോഗികൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ട്രെയിനാണ് രാജറാണി എക്സ്പ്രസ്. അതുകൊണ്ട് തന്നെ ഇവിടെ ബുക്ക് ചെയ്യുകയും തൽക്കാലം കഴിഞ്ഞിട്ടും ആളുകൾക്ക് സീറ്റ് കിട്ടാതെ പ്രയാസപ്പെടുന്ന സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഉള്ള സൗകര്യം വീണ്ടും കട്ട് ചെയ്തുകൊണ്ട് ആളുകളെ വളരെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന നിലപാടാണ് ഈ റെയിൽവേ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് തിരുത്തണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ, ജനറൽ കോച്ചുകൾ വേറെ അനുവദിക്കാം. കാരണം 14 കോച്ചുകൾ ഇപ്പോൾ ഉള്ളൂ. അത് 18 കോച്ച് വരെ, ഏറ്റവും ചുരുങ്ങിയത് 18 കോച്ച് വരെ ആക്കാവുന്ന ട്രെയിനാണ് രാജറാണി എക്സ്പ്രസ്. അപ്പോൾ അത് ജനറൽ കോച്ചുകൾ വേറെ അനുവദിക്കുകയും സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം റെയിൽവേക്ക് കൂടുതൽ ലാഭമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു സംവിധാനം എന്ന നിലക്ക് എന്നും ബുക്കിംഗ് ഫുള്ളാവുന്ന, തത്കാലടക്കം പൂർണ്ണമായും പൂർത്തിയാവുന്ന ഒരു ട്രെയിൻ എന്ന നിലക്ക് പുതിയ സ്ലീപ്പർ കോച്ചുകൾ അനുവദിക്കുക എന്നതാണ് സർക്കാർ ചെയ്യേണ്ടത്. അതിനു പകരം ഇപ്പോൾ അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉള്ള സ്ലീപ്പർ കോച്ചുകൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ നിലപാടിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിക്കൊണ്ട് ആളുകളുടെ പ്രയാസങ്ങളെ കണ്ടുകൊണ്ട് അതിന് പരിഹാരം കാണണമെന്നാണ് വെൽഫെയർ പാർട്ടിക്ക് നിർദ്ദേശിക്കാനുള്ളത്. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി നൽകി. ജില്ലാ വൈസ് പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ, FITU ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം, ജില്ലാ കമ്മിറ്റി അംഗം മജീദ് ചാലിയാർ, ഖനി നിലമ്പൂർ, സവാദ് തുടങ്ങിയവർ അനുഗമിച്ചു. ജില്ലയിലെ മറ്റു സ്റ്റേഷനുകളിലും പരാതി നൽകി. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.